again God has given us this privilege to come at His presence and listen His word. So let's continue the Bible study. നമ്മുടെ വചന പഠനം നമുക്ക് തുടരാം. I said the subject is desire to God. ദൈവത്തോടുള്ള നമ്മുടെ ആഗ്രഹം. ദൈവത്തെ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? Why we should desire God. എങ്ങനെ ആഗ്രഹിക്കണം? How we should desire God. അതാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. Seek diligently. നമ്മൾ ദൈവത്തെ ജാഗ്രതയോടുകൂടെ അന്വേഷിക്കുക. അപ്പോൾ ദൈവത്തെ ജാഗ്രതയോടെ എങ്ങനെ അന്വേഷിക്കുന്നത്? Let's read one verse. Isaiah chapter 26 verse 9. Isaiah chapter 26 verse 9. Please read. With my soul I have desired you in the night. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. Yes, by my spirit within me I will seek you early. എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. So I will seek the Lord diligently. ആ വാക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, diligent എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ഒരു ലേസിനെസ് ഉണ്ടാക്കാൻ പാടില്ല. പലപ്പോഴും നമ്മൾ പലതും ചെയ്യുന്നത് ആർക്കാനും വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ന് പോയില്ലെങ്കിൽ ആളുകൾ എന്തോ പറയും, അതുകൊണ്ടെന്നാൽ പോകാം. ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്നോ പറയും, അതുകൊണ്ട് പ്രാർത്ഥിച്ചേക്കാം. We do a lot of things, but maybe because of the compulsion or because of to please someone else. മറ്റാരെങ്കിലും പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. It's not to be like that. When you study the word of God, we understand the word fervent. ആ വാക്ക് നമ്മളെല്ലാം കേൾക്കാറുള്ള വാക്കാണ്. We read in the book of James chapter 5, we read the fervent prayer of the righteous avails much. അല്ലേ? നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. The fervent. ഇതിന്റെ അർത്ഥം എന്താ? ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്സാഹത്തോടുകൂടി. The fervent. That the word is used in different places. നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് വായിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്ന് വായിക്കുന്നു. Fervent in prayer. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. റോമാലേഖനത്തിൽ വായിക്കുന്നത് when you are serving the Lord, fervent in your service. That means whatever we do for the Lord should be done in fervent. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടു. Cursed is the man who does the Lord's work in laziness. കർത്താവിനെ സേവിക്കുന്നത് ഉദാസീനതയോടെ സേവിക്കാനുള്ളതല്ല. With all your might we need to serve the Lord. നമ്മുടെ മുഴുവൻ ശക്തി കൊണ്ട് നമ്മൾ ദൈവത്തെ സേവിക്കണം. നമ്മൾ ചെയ്യുന്നതെല്ലാം ഉത്സാഹത്തോടുകൂടെ ചെയ്യണം. Whatever we do for the Lord with all enthusiasm. അല്ലാതെ നമ്മൾ ലേസി ആയിട്ട് ഈ ഉദാസീനതയോട് ചെയ്യുന്ന പല ആളുകളുണ്ട്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന് അങ്ങനെയുള്ളവരെ വേണ്ട. God does not want the people who are lazy in their life. Some people think that even though I am lazy I get all the blessings. ഞാൻ ലേസി ആയിട്ട് എനിക്ക് അനുഗ്രഹത്തിന് കുറവൊന്നുമില്ലല്ലോ. I get all the blessings in my life. Then even though I am lazy, even though I am not reading Bible, even though I am not attending the church, but blessings are following me. എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. Then why should I do? Why should I follow Christ? Or why should എന്തിനാണ് ഞാൻ ഇത്ര ബുദ്ധിമുട്ടുന്നത്? I heard a story like this. ഒരിക്കലും രാജാവ് തന്റെ രാജ്യത്തെ ഏറ്റവും വലിയ മടിയനെ കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിച്ചു. The king decided to find out the biggest lazy man on his country. So he proclaimed a day. ഒരു ഡേ പബ്ലിഷ് ചെയ്തു. On that particular day, all the lazy people should come to the court, come to the palace. അപ്പോൾ അന്നത്തെ ദിവസം എല്ലാ ലേസി ആൾക്കാരും കൊട്ടാരത്തിൽ വരണം. And they have to share about their laziness. Then who is the biggest lazy man? The best lazy man will be awarded. അപ്പം
അന്നേ ദിവസം എല്ലാ മടിയന്മാരും കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. The king, he came to hear the laziness of these people. അങ്ങനെ ഓരോരുത്തർ one by one they are coming forward. ഓരോരുത്തരായിട്ട് വന്നു. First person came and said, King, last 6 months I did not brush my teeth. കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ എൻ്റെ പല്ല് തേച്ചിട്ടില്ല because of my laziness. I'm not doing that. രാജാവ് പറഞ്ഞു, okay, good, you go. The second person came and said, King, last 1 year I did not take bath because of my laziness. പറഞ്ഞു, നീയും കൊള്ളാം, go. And the next person came and said, King, look at my clothes. Last 2 years I am wearing the same clothes. I did not wash this because of my laziness. അപ്പം രാജാവ് പറഞ്ഞു, കൊള്ളാം, മറ്റേതിനെക്കാട്ടി കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട്. So you also please go. Then ഇങ്ങനെ ഓരോരുത്തരായിട്ട് they were sharing their laziness. In meanwhile a young boy came forward. അപ്പോൾ ഒരു കുട്ടി മുന്നോട്ട് വന്നിട്ട് so he gave a paper, okay, to the king. The king paper മേടിച്ചു, വായിച്ചു നോക്കി. Then he said, give the presentation to this boy. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഞങ്ങളല്ലേ ഇങ്ങനെ ഞങ്ങളുടെ ലേസിനെസിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആർക്ക് സമ്മാനം തരാതെ why the king is giving award to this boy? അപ്പൊ രാജാവ് അത് വായിച്ചു കേൾപ്പിച്ചു. ഇങ്ങനെയാണ്, രാജാവേ, എനിക്ക് കൊട്ടാരത്തിലേക്ക് വന്ന് എൻ്റെ മടിയെ കുറിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ബിക്കോസ് ഓഫ് ലേസിനെസ് ഐ എം നോട്ട് കമ്മിങ് ടു ദ പാലസ്. ഐ എം സെൻഡിങ് ദിസ് ലെറ്റർ വിത്ത് മൈ സൺ. എൻ്റെ മകന്റെ കൈവശം ഇത് തന്നു വിടുകയാണ്. അതുകൊണ്ട് സമ്മാനം ഉണ്ടെങ്കിൽ കൊടുത്തു വിട്ടേര്. See, he is awarded. Even though he did not come to the palace, but the award reached in his home. Many times we also think like that. നമ്മളും അങ്ങനെ ചിലപ്പോൾ വിചാരിക്കാറുള്ളത്, ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് എന്താ കിട്ടും? I will be awarded. എനിക്ക് സമ്മാനം കിട്ടും, എനിക്ക് ഒന്നിന് കുറവില്ല. But let me tell you, ഒരുപക്ഷെ രാജാവ് അത് ചെയ്തെന്നുള്ളത് ശരിയാണ്. But our King of Kings and Lord of Lords not going to give the award for that. So he will give you award when you diligently work for him. നാം കർത്താവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, ഓടുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, അപ്പോഴാണ് കർത്താവ് നമ്മളെ ആദരിക്കുന്നത്. അല്ലാതെ we know that on that day when we stand before God and God is going to call us faithful man. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാ വിളിക്കാൻ പോകുന്നത്. ഫെയ്ത്ത്ഫുൾനെസ്, നല്ലവനും മിടുക്കനുമായ ദാസനെ എന്നല്ല, നല്ലവനും പണക്കാരനുമായ ദാസനെ എന്നല്ല. ഇതാ the servant who is faithful in his work. My dear brothers and sisters, God wants we to serve him. We should desire him diligently. അപ്പം കർത്താവിനെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് seek diligently, ഉത്സാഹത്തോടുകൂടെ കർത്താവിനെ ആഗ്രഹിക്കേണ്ടവരാണ്, അന്വേഷിക്കേണ്ടവരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ ജാഗ്രതയോട് നിന്നെ അന്വേഷിക്കും. ഇനിയും രാത്രിയിൽ, ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. ഇൻ ദ നൈറ്റ്, നമ്മൾ രാത്രി കിടക്കുമ്പോഴാണ് പല ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ വരുന്നത്. ചിലർ ചുമ്മാ കിടക്കാനുണ്ട്, ഉറക്കം വരുന്നില്ല. പിന്നെ ഉറക്കം വരാത്തവരെന്താ ചിന്തിക്കുന്നത്? There are a lot of thoughts come to our mind. ഇങ്ങനെ മനസ്സിൽ കൂടെ ഒരുപാട് ചിന്തകളൊക്കെ ഇങ്ങനെ കടത്തിവിടുന്ന ആളുകളുണ്ട്. But now ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഞാന് എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ എന്നാ ചെയ്തേ? ആരെ ആഗ്രഹിച്ചത്? എന്റെ ദൈവമേ, നിന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. In the night I desire you, Lord. എനിക്ക് രാത്രിയിൽ നീ മതി, അല്ലാതെ എനിക്ക് വേറെ ഒന്നും എന്റെ ഹൃദയത്തിലേക്ക് കടത്തിവിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. This kind of desire we need. So how we should desire God? ഇനി അടുത്തത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, what kind of characters what are the characteristics of those who desire God? ദൈവത്തെ ആഗ്രഹിക്കുന്നവരുടെ സ്വഭാവം എന്തായിരിക്കണം? What should be their characteristics?
നമുക്കറിയാം നമ്മളെല്ലാം ദൈവമക്കളാണ് അല്ലെ. സോ വി ഓൾ ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. പക്ഷെങ്കിൽ one who desire God should have a specific characteristics. ദൈവത്തെ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകമായ ചില സ്വഭാവങ്ങൾ ഉണ്ടാകും. What are the characteristics? Number 1, first one is Philippians chapter 3 verse 7. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിലെ 7-ാമത്തെ വാക്യം. It's a very familiar verse to us. You know, the words of Apostle Paul. പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണ്. ലാഭമായതിനെ ഛേദമെന്ന് കരുതിയ ഒരു വ്യക്തി. The gain is counted as loss. ജീവിതത്തിൽ ലാഭമായത് നഷ്ടപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ലാഭമായിട്ടുണ്ട്, അതിനെ ഛേദമെന്ന് എണ്ണുക, അതിനെ വേണ്ടെന്ന് വെക്കുക, അതിനെ വിലയില്ലാത്തതായിട്ട് മാറ്റുക. എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ഛേദമെന്നെണ്ണി. എങ്ങനെ ഛേദമെന്നെണ്ണി? അവിടെ വായിക്കും, ക്രിസ്തു നിമിത്തം. ബിക്കോസ് of Christ, the sake of Christ, I counted all my profit, all my gain as loss. Kristu nimittam. Because, you know, if you say in other words, when I desire God, ende jeevithathil naan devathai aagrahichapol, the rest of all things I counted it as loss. ഞാൻ മറ്റെല്ലാം ഞാൻ തള്ളിക്കളഞ്ഞു, അതിനെ ഛേദമെന്ന് എണ്ണി. സീ, പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. തന്റെ ജീവിതത്തിൽ തനിക്ക് നേട്ടങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, തനിക്ക് പ്രശംസിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. There are a lot of things in his life to boast, so that we read there. പല കാര്യങ്ങൾ തന്നെ കുറിച്ച് അവിടെ എല്ലാം പറയുന്നുണ്ട്. ആ നേട്ടങ്ങൾ അത് തെറ്റായിരുന്നു എന്നല്ല പറയുന്നത്. അത് പൗലോസിന് ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നല്ല. നമ്മുടെ ജീവിതത്തിൽ when we have the gains, I am not saying that that's all wrong. അതെല്ലാം തെറ്റാണെന്നല്ല പറയുന്നത്, അത് മോശമായിരുന്നു എന്നല്ല പറയുന്നത്. പക്ഷെങ്കിൽ ഈ മാനുഷികമായ നേട്ടങ്ങളെ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ ഞാൻ എന്തായിട്ട് കാണുകയാണ്? അതിനെ ഛേദമായിട്ട് ഞാൻ കാണുക. അത് മോശമാണെന്നല്ല. When we have the education, when we have job, when we have money, so ഇതെല്ലാം മോശമാണെന്നല്ല പറയുന്നത്. When I compare this with God, ഞാൻ ദൈവത്തെ ആഗ്രഹിക്കുന്നതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ this is, എനിക്കിത് വേണ്ട, അതിനെ ഞാൻ നേട്ടമായിട്ട് കാണുന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കപ്പല് ഇങ്ങനെ സമുദ്രത്തിൽ കൂടെ പോവുക. പെട്ടെന്ന് ഒരു കപ്പൽ ഛേദമുണ്ടാകുന്ന വിചാരിക്കുക, കപ്പൽ മുങ്ങാൻ പോവുകയാണ്. മുങ്ങാൻ തുടങ്ങുന്ന സമയത്ത് വാട്ട് ദേ ഡു, അവര് കപ്പലിലുള്ള ചരക്കുകൾ, ആ ചരക്കെല്ലാം എടുത്ത് വെളിയിലേക്ക് കടലിലേക്ക് എറിയുകയാണ്. എന്തിനാ കടലിലേക്ക് എറിയുന്നത്? അതിന് വിലയില്ലാഞ്ഞിട്ടാണോ? ആ കപ്പലിലുള്ള ചരക്കുകൾക്ക് വിലയുണ്ട്. ഇറ്റ് ഈസ് വെരി പ്രഷ്യസ്, അത് വിലയുള്ളതാണ്. പക്ഷെ അതെന്തിനാണ് വെളിയിലേക്ക് എറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ ദ സേക്ക് ഓഫ് സേവിങ് ദ പീപ്പിൾ, ആളുകളെ രക്ഷിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയാണ് അതിനെ കളയുന്നത്. See, here Paul also says the same thing. എന്റെ ജീവിതത്തിലെ നേട്ടങ്ങൾ മോശമാണെന്നല്ല, but for the sake of Christ, എനിക്ക് ക്രിസ്തു നിമിത്തം അതെല്ലാം ഞാൻ ഛേദമെന്ന്. That means I need Christ, I desire Christ. എനിക്ക് ക്രിസ്തുവിനെ മതി, ആ ക്രിസ്തു നിമിത്തം ഇതെല്ലാം ഞാൻ ഛേദമെന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യർ എഴുതി പറയുന്നത്, I boast on the cross of Jesus Christ. യേശു ക്രിസ്തുവിന്റെ ക്രൂസിൽ അല്ലാതെ പ്രശംസിക്കുവാൻ എനിക്ക് ഇടവരരുത്. There is nothing else in my life. If I boast on the cross of our Lord Jesus Christ. യേശു ക്രിസ്തുവിന്റെ ക്രൂസിൽ മാത്രമാണ് ഞാൻ പ്രശംസിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ആഗ്രഹിക്കുന്നവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, the gain is counted as loss. അവര് ജീവിതത്തിൽ മെച്ചമായതിനെ, ലാഭമായതിനെ ഛേദമെന്ന് എണ്ണുന്നവരാണ്. സെക്കൻഡ്, രണ്ടാമത്തെ സ്വഭാവം എന്ന് പറയുന്നത്, the sacred is not neglected.
വിശുദ്ധമായതിനെ അവഗണിക്കാതിരിക്കുന്നതാണ്. എന്താ വിശുദ്ധമായതിനെ അവഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, please stand with me in the book of Hebrews chapter 12 verses 16 and 17. എബ്രായ ലേഖനം 12-ാം അധ്യായം 16-17 വാക്യങ്ങൾ. Lest there be any fornicator or profane person like Esau, who for one morsel of food sold his birthright. For you know that afterward, when he wanted to inherit the blessing, he was rejected, for he found no place for repentance, though he sought it diligently with tears. Okay, here we read about Yusuf. ഏശാവിനെ കുറിച്ചാണല്ലോ നമ്മളവിടെ വായിക്കുന്നത്. ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുകയും. അവൻ പിന്നത്തേൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോട് കൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു മാനസാന്തരത്തിന് ഇടകണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഏശാവ് അവിടെ വായിക്കുന്നത് ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ ദുർനടപ്പുകാരൻ. എപ്പോഴാണ് ഏശാവ് ദുർനടപ്പുകാരനായത്? എപ്പോഴെങ്കിലും നമ്മൾ വായിച്ചിട്ടുണ്ടോ ഏശാവ് ദുർനടപ്പുകാരനായിട്ട് തീർന്നത്? ഏശാവ് ദുർനടപ്പുകാരനായിട്ട് നമ്മൾ വായിക്കുന്നില്ല. പിന്നെ എന്തിനാണ് യേശാവിനെ ദുർനടപ്പുകാരൻ അല്ലെങ്കിൽ ഇവിടെ ദുർനടപ്പുകാരൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? അവൻ ചെയ്ത കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്താ ചെയ്ത്? He sold his birthright. അവന്റെ ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്തു? വിറ്റുകളഞ്ഞു. അപ്പൊ എന്താ ഈ ജ്യേഷ്ഠാവകാശത്തിന്റെ പ്രത്യേകത എന്ന്? വാട്ട് ഈസ് ദ റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്? ആ ജ്യേഷ്ഠാവകാശത്തിന്റെ വില എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇറ്റ് ഈസ് ദ qualification, the ability to become a priest. ജ്യേഷ്ഠാവകാശം, birthright എന്ന് പറയുന്നത്, first born is the priest of the house. ഒരു കുടുംബത്തിന്റെ പുരോഹിതനാണ്, ആ കുടുംബത്തിലെ ശുശ്രൂഷകൾ ചെയ്യുന്നവനാണ്. So that is very valuable position. അത് വളരെ വിലയുള്ള ഒരു സ്ഥാനമാണ്. അതാണ് ഒന്നാമതായിട്ട് ചെയ്യുന്നത്. Then secondly, the firstborn get the double inheritance. രണ്ടാമത്, മൂത്ത ആളാണെങ്കിൽ എന്ത് കിട്ടും? ഡബിൾ പോർഷനാണ് കിട്ടുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്നതിലും കൂടുതൽ ഡബിൾ പോർഷൻ ഹി ഗെറ്റ്സ് ഇറ്റ്. ആൻഡ് തേർഡ്, ഹി ഈസ് ദ ലോർഡ് ടു ദ ബ്രദറൻ. തന്റെ സഹോദരന്മാർക്ക് താൻ കർത്താവാണ്. അപ്പോൾ മൂത്ത ആളാണെങ്കിൽ there are verses are there. So if you read these verses, you will find that these are the qualities of the firstborn. അപ്പൊ മൂത്ത ആളിന് കിട്ടുന്ന യോഗ്യതകളാണ്, the qualities or the characteristics. പക്ഷെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്? വായിക്കുന്നത്, അവൻ വിറ്റ് കളഞ്ഞു. എന്ത് വിറ്റു? birthright വിറ്റു. അപ്പൊ birthright വിറ്റപ്പോഴാണ്, when he sold his birthright, എന്താ അവൻ വിറ്റത്? അവന്റെ ആ privileges അവൻ വിറ്റ് കളഞ്ഞു. The ability to become a priest, ഒരു പുരോഹിതനാകാനുള്ള ആ യോഗ്യത അത് വിട്ടുകളഞ്ഞു. Then double portion അത് വേണ്ടെന്ന് വെച്ചു. മാത്രമല്ല, ലോർഡ് ടു ദ ബ്രദറൻ, സഹോദരന്മാർക്ക് കർത്താവായിരിക്കുന്നത് അവൻ വിട്ടുകളഞ്ഞു. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബെബ്ലോസ് എന്നുള്ളൊരു വാക്കാണ്. ബെബ്ലോസ് എന്താ ഈ ബെബ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് വാക്കുകൾ ചേർന്നതാണ് ഈ ബെബ്ലോസ് എന്ന് പറയുന്നത്. ബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സിഗ്നിഫിക്കേഷൻ ആണ്. ബെലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പിൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ബെബ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ആർ ഡിസ്പൈസേഴ്സ് ഓഫ് സേക്രഡ് തിങ്സ് എന്നാണ്. അതായത് വിശുദ്ധമായതിനെ അവഗണിച്ചവൻ എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പറഞ്ഞ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ ഏശാവിന്റെ പ്രശ്നമായിട്ട് തീർന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, what he did, അവൻ വിശുദ്ധമായതിനെ, ഹോളി തിങ്സിനെ എന്ത് ചെയ്തു? അവൻ അവഗണിച്ചു. നെഗ്ലെക്റ്റഡ് ദ ഹോളി തിങ്സ്. വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതിനെ അവൻ വിശുദ്ധമായി സൂക്ഷിച്ചില്ല, അതിനെ അവഗണിച്ചു. He neglected in his life. അതുകൊണ്ടാണ് അവനെ എന്ത് വിളിച്ചത്? ദുർനടപ്പുകാരൻ എന്ന് പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഉണ്ടാകേണ്ട ഗുണം, one who desire God,
you should never neglect the holy things. വിശുദ്ധമായതിനെ ഒരിക്കലും അവഗണിക്കാനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധമായത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിശുദ്ധമായതിനെ അവഗണിക്കാതിരിക്കുക. അതിലൊന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരം ജീവനും വിശുദ്ധിയുമുള്ളതാണ്. It is the temple of God. Your body is the temple of God. It is the temple of the Holy Spirit. The Spirit of God dwells in your body, in your life. So it is very holy. You should not neglect your body. You don't yield yourself for the unholy things. അശുദ്ധമായതിന് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. When you neglect your body as keeping us holy, വിശുദ്ധമായി നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തെ അന്വേഷിക്കാൻ പറ്റുകയില്ല. So if you want to desire God, the characteristics of the person, he will never neglect the holy things. വിശുദ്ധമായതിനെ അവഗണിക്കാനായിട്ട് പാടില്ല. So our body is holy. Then secondly, our home is holy. നമ്മുടെ വീട് വിശുദ്ധമാണ്. See, I usually say our home is a sacred place, not a secret place. There are many people consider their home as a secret place. Nobody should know that, a believer is living here in this house. അയൽവക്കക്കാർക്ക് പോലും അറിയത്തില്ല ഒരു വിശ്വാസിയാണ് അവിടെ ജീവിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയത്തില്ല. പ്രത്യേകിച്ച് ഇവിടെ അടുത്തുള്ള ആരാണെന്നുള്ളതൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ഓരോ സ്ഥലത്തിന്റെ പ്രത്യേകതകളായിരിക്കാം. പക്ഷേ ഞാൻ കേരളത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെയാണ്. ഇപ്പൊ പലരും അറിയത്തില്ല ആരാ താമസിക്കുന്നതെന്നുള്ളത് അറിയത്തില്ല. അപ്പൊ ഒരിക്കൽ ഞാൻ ഒരാളെ അന്വേഷിച്ചു പോയി. ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്, സുവിശേഷകനാണ്. അപ്പൊ അന്വേഷിച്ചെന്ന് പലയിടത്തും ചോദിച്ചു, ഇന്നാല് എന്ന് പറഞ്ഞു. ആരും അറിയത്തില്ല. ഒടുവിൽ അവസാനം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ പുള്ളി സുവിശേഷകനായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു പോലീസുകാരനായിരിക്കും. കാരണം മോർണിംഗ് he goes out in his bullet, then evening he comes back, and nobody knows that he is an evangelist, but he never shared the gospel in his place. So there are people are like this. See, നമ്മുടെ വീട് is the sacred place. കൊർന്നേലിയോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് പീറ്റർ വന്നപ്പോൾ കൊർന്നേലിയോസ് പറഞ്ഞൊരു വാചകമുണ്ട്, we all are here at the presence of God. ഞങ്ങൾ എല്ലാവരും ഇവിടെ എവിടെയുണ്ട്? ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. We all are in the presence of God. ഞങ്ങൾ ദൈവസന്നിധിയിൽ എവിടെയാ? കൊർന്നേലിയോസിന്റെ വീട്ടിലാണ്. So he considered his home as a holy place. പുള്ളി ഒരു ജാതീയ മനുഷ്യനായിരുന്നു. He was a Gentile person. As a Gentile, he understood his house is a holy place. God's presence is there. But many of us, the believers, never think like this. നമ്മുടെ വീടിനെ കുറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ വീടൊരു ഹോളി പ്ലേസ് ആണ്. അൺഹോളി തിങ്സ് ഒന്നും ഇവിടെ ഉണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാനൊരു നീചകാരി എൻ്റെ കണ്ണിന് മുമ്പിൽ വെക്കയില്ല, എൻ്റെ വീട്ടിൽ ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ നടക്കും. മൈ ഹൗസ് ഈസ് എ ഹോളി പ്ലേസ്. ഞാൻ ഒന്നുകൂടെ കടത്തി പറയാം. ഞാൻ സാറിന് പറയാറുള്ളൊരു കാര്യമാണ്. അതിങ്ങനെയാണ്, നമ്മുടെ വീട്ടിൽ വന്ന് ഒരാൾ പാപത്തിൽ വീണാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. Someone came to our home and he fell in sin. Who is responsible for that? I am responsible. കാരണം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ വീടുണ്ടാക്കിയാൽ വീടിന് ചുറ്റും എന്തുണ്ടാകണം? വേലി ഉണ്ടാക്കണം. കാരണം ആരെങ്കിലും ടെറസിന്റെ മണ്ടയിൽ കയറി താഴെ പോയെങ്കിൽ. So you are responsible because there was no security there. See, നമ്മുടെ വീട്ടിൽ വരുന്നവര് കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ, അത് നിമിത്തം പാപം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണുള്ളത്. അതുകൊണ്ട് keep our houses holy. So our body is holy, our home is holy. നമ്മുടെ ഭവനം വിശുദ്ധമാണ്. അപ്പോൾ ഈ വിശുദ്ധമായതിനെ അവഗണിച്ചാൽ, if you neglect these holy things, how can you desire God?
പിന്നെ എങ്ങനെയാ ദൈവത്തെ അന്വേഷിക്കാനായിട്ട് പറ്റുന്നത്? അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ the second characteristics of a person who desire God is he never neglect holy things in his life. അതൊരിക്കലും അവൻ അവഗണിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25-26, the book of Job chapter 19 verse 25 and 26. Job 19:25 and 26. For I know that my Redeemer lives, and he shall stand at last on the earth. And after my skin is destroyed, this I know, that in my flesh I shall see God. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. Hope does not give up in crisis. See, any times crisis may come in our life. എന്നാൽ ഒരു ദൈവ പൈതൽ അഥവാ one who seek God, one who is desiring God, he never give up. He never lose his hope in the midst of the crisis. പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവന്റെ പ്രത്യാശ കൈവിടുന്നില്ല. When we look at Job, യോബിനെ കുറിച്ച് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, he lost his wealth, he lost his children, he lost his health. അപ്പൊ ഇതെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എന്ത് നഷ്ടപ്പെട്ടില്ല? He did not lose his hope. അവന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. ഇവൻ ഭാര്യ വരെ എന്താ പറഞ്ഞത്? Forsake the Lord. നീ ദൈവത്തെ ഉപേക്ഷിച്ച് കളാം എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് he did not lose his hope. അവിടെ യോബ് പറയുന്ന ഒരു വാചകമുണ്ട്, 23 chapter 23 verse 10. But he knows the way that I take. When he has tested me, I shall come forth as gold. ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. You know the way I walk. അത് എന്റെ ദോഷത്തിനല്ല, എന്നെ ഈ വഴിയിലൂടെ നടന്ന് ഞാൻ കരിഞ്ഞൊരു കരിക്കട്ടയാകാൻ വേണ്ടിയുള്ളതല്ല. പിന്നെന്താ? ഞാൻ പൊന്നുപോലെ പുറത്തു വരാനുള്ളവനാണ്. കാരണം he knew that the way he walks, that is the way God prepared for him. അത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ വഴിയാണ്. ഞാൻ നടക്കുന്ന വഴിയിൽ എന്നോടുകൂടെ ദൈവമുണ്ട്. He is not losing his hope. പ്രത്യാശ കൈവിടുന്നില്ല. Many times, let me tell you, brothers and sisters, maybe we may face there are a lot of unexpected situations in our lives. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. But if you have a hope, പ്രത്യാശ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, ഇത് ദൈവം അനുവദിച്ചതാണ്. God allowed this in my life. Many times we ask God, Lord, why you allow this in my life? എന്തിനാ ദൈവമേ ഇത് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചത്? എന്തിനാണ് എന്നെ ഈ വഴിയിലൂടെ നടത്തുന്നത്? So God has a purpose. God has a purpose about this. If I share my testimony, it's a long testimony, but I don't have time to share it. So when I came back from my Bible studies, I came back to my place called Chandagav. അപ്പം ചാന്ദഗാവിൽ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ my father also came back from his military service. Then once he came as a diabetes patient. ഒരു ഷുഗർ രോഗിയായിട്ടാണ് തിരിച്ചു വന്നത്. അധികം താമസിക്കുന്നതിന് മുമ്പ് he lost his 2 eyes. തന്റെ കണ്ണിന്റെ കാഴ്ച രണ്ടും നഷ്ടപ്പെട്ടു. And his 2 legs were amputated. 2 കാലുകളും മുറിച്ചു മാറ്റപ്പെട്ടു. So we were taking care of him. We were taking care of him for 10 years. He was on the bed. So at that time I asked many times God, Lord, why you are allowing this? Because God called me for his ministry at the age of 17. Then why you are allowing this in my life?
many times I'm not able to go out or go anywhere for do the ministry because I need to be in my home. Only because my wife was there, need the help. അപ്പം എന്തിനാണ് ദൈവം ഇങ്ങനെ അനുവദിക്കുന്നത്? എന്തിനാണ് ഇത് ചെയ്തത്? That was a big question to me. Sometime after 10 years, my father passed away. എൻ്റെ ഫാദർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ദൈവത്തോട് ചോദിച്ച ചോദ്യം, ദൈവം എന്തിനായിരുന്നു എന്നെ ഈ ഒരു വഴിയിലൂടെ കൊണ്ടുവന്നത്? Today I could say that because of that we are taking care of 220 families, the parents, bedridden patients. ഇന്ന് ഏതാണ്ട് 220 കുടുംബങ്ങളിൽ പോയി ബെഡ്രിഡൻ ആയിട്ടുള്ള പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ദൈവം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. So it is all because of my father taught me. He did not say that you should do like this, but I have learned from my father's life. എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്. എന്നെ ആ ഒരവസ്ഥയിലൂടെ ദൈവം കൊണ്ടുപോയപ്പോൾ ഞങ്ങളെ ദൈവം അത് പഠിപ്പിച്ചു. You need to do like this. There are people one. So ഒരിക്കല് ഞാൻ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പിതാവ് തന്നെ ബെഡ്രിഡനായിട്ട് കിടക്കുക, അതൊക്കെ ഓർമ്മയൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ കിടക്കുക. അപ്പൊ ഈ സൺ വാസ് in America. അപ്പം he came back to Kerala to look after his father. അപ്പം ഓൾ ഫാമിലി, അവൻ്റെ വൈഫും ചിൽഡ്രനും എല്ലാം നാട്ടിലേക്ക് വന്നു. എന്തിനാ? അപ്പനെ നോക്കാൻ വേണ്ടി വന്നതാണ്. So he called me, brother, can you come and help us? I said, okay, we'll come. So ഞങ്ങൾ പോയി ആ ഫാദറിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, സർ, why don't you remove all these tubes and catheter and rice tube and everything? I asked why. പറഞ്ഞു, this is not natural. This is all artificial. We should allow him to die. ഞാൻ പറഞ്ഞു, brother, that is not right because we are living, in a world that all medications and medical equipments are there. So നിങ്ങളുടെ ഫാദർ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ഇങ്ങനെ പട്ടിണി കിടന്ന് മരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Brother, sir, look at this. It's all artificial things. We are putting all these tubes and letting him die naturally. Then I asked him why. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും he tired. അപ്പനെ നോക്കി പുള്ളി ക്ഷീണിച്ചു കഴിഞ്ഞ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, see, my father is on this bed and he is not learning any lessons. തനിക്കൊന്നും പഠിക്കാനായിട്ടില്ല. താനിക്ക് കിടക്കുക ബോധമില്ലാതെ കിടക്കുന്ന അപ്പൻ എന്നോ പഠിക്കാനാണ്. See, if God wants to teach me some lessons, then God can use some other ways. ദൈവം എന്നെ ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? ദൈവത്തിന് വേറെ ഏതെങ്കിലും വഴിയിലൂടെ എന്നെ പഠിപ്പിച്ചുകൂടെ? So it is not the way. So you have to do something. Then I said, brother, you are telling that you don't have anything to learn from this. നിനക്കൊന്നും ഇതൊന്നും പഠിക്കാനില്ല എന്ന് നീ പറയുന്നു. പക്ഷെങ്കിൽ നിനക്കറിയാമോ, എൻ്റെ പിതാവ് 10 years he was on the bed. Because my father was on the bed for 10 years, that's why today I am here to look after your father. എൻ്റെ അപ്പം 10 വർഷം കിടന്നതുകൊണ്ടാണ് ഇന്ന് നിന്റെ അപ്പനെ നോക്കാൻ ഞാൻ ഇവിടെ വന്നത്. Because my father taught me. So that lesson I have learned. So don't say that you don't have anything to learn from this. Then I said, if you put catheter, if you put rice tube, if you put any tubes, God has a time for everyone's life. In his time, he will take away your father or anybody's. എത്ര ട്യൂബ് ഇട്ടാലും ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം അവരെ ഈ ലോകത്ത് നിന്ന് വിളിച്ചു മാറ്റും. Let me tell you, after 3 days his father passed away. 3 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പം മരിച്ചു. So when I reached there, he came and he started to cry like anything and said, sir, please forgive me, please forgive me. I should not have said like this. I said, I have no problem, but you must learn the things.
ദൈവം നിന്നെ പഠിപ്പിച്ച പാഠം നീ മനസ്സിലാക്കി. So you have to behave like this. Now the result is he did not go back to, actually he wants to go back to US. പക്ഷെങ്കിൽ ഈ ഒരു സംഭവത്തിന് ശേഷം he decided I don't want to go back. So he wants to do something in Kerala, nearby places. ഞാൻ പറഞ്ഞത് how God teaches us. ദൈവം നമ്മെ ഓരോ സ്ഥാനത്തൂടെ കടത്തി വിടുമ്പോൾ he's teaching us. ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. But don't lose your hope in the midst of the troubles and difficulties. When we go through the afflictions and difficulties and problems, don't lose our hope. നമ്മുടെ പ്രത്യാശ ഒരിക്കലും കൈവിടാനായിട്ട് പാടില്ല. ദൈവത്തെ ആഗ്രഹിക്കുന്നവർ പ്രതിസന്ധികളിൽ പ്രത്യാശ കൈവിടുന്നില്ല. Now when we come to Psalm 23 verse 4, 23-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം, മരണനിഴലിൻ താഴ്വരയിൽ ഭയപ്പെടുകയില്ല. When I go through the valley of death, I will never fear any evil. ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. Why? Because you are with me. കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നു. We know that Psalm 23 ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ ഇടയനെ ആഗ്രഹിക്കുന്ന ഒരാടിന് ഇടയന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഏത് താഴ്വരയിൽ കൂടെ പോകുന്നതിനും ഒരു ഭയവും ഉണ്ടാകുകയില്ല. Because shepherd is with the sheep. If the shepherd is with the sheep do not have any fear to go through any valley. അപ്പൊ ഏത് താഴ്വരയിൽ കൂടെ പോകാനും ഒരു ഭയവും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് see, one who desire God, ദൈവത്തെ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് no need to fear anything. ഒന്നിനെ കുറിച്ച് even no need to fear the death. മരണത്തെ പോലും ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. So these are the characteristics of the person who desire God. ദൈവത്തെ ആഗ്രഹിക്കുന്നവരുടെ പ്രത്യേകതകളാണ്. My dear brothers and sisters, that's why the Bible says we need to desire God. Now, that's why God called us. അതിനാണ് ദൈവം നമ്മളെ എന്ത് ചെയ്തത്? ദൈവം നമ്മെ വിളിച്ചത് അതിനു വേണ്ടിയാണ്. See, when God called us, God has a purpose. ദൈവ ഉദ്ദേശം കൂടാതെ ഒന്നും വിളിച്ചിട്ടില്ല. ദൈവ ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് വിളിച്ചത്. What is the purpose of God? ദൈവം നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ നാം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് മാർക്ക് ചാപ്റ്റർ 3 verse 14. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, God selected his disciples. തന്റെ ശിഷ്യന്മാരെ കർത്താവ് തെരഞ്ഞെടുത്തു. അവരെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലെ ഉദ്ദേശം അവിടെ പറയുന്നു. What is the purpose of God? എന്തിനാ ദൈവം അവരെ തെരഞ്ഞെടുത്തത്? Read please. Then he appointed 12 that they might be with him. They might be with him. അവർ തന്നോട് കൂടെ ഇരിക്കാനും that he might send them out. He might send them out. So first to be with him, then to go out. Here we see the pattern of Christian life. ക്രിസ്ത്യ ജീവിതത്തിന്റെ പാറ്റേൺ അവിടെ പറയുന്നത് എന്തിനാ? God called us for what? To be with him. അവനോട് കൂടെ ഇരിക്കണം. Then to go out. പിന്നെ പോണം. ഈ ആദ്യത്തേത് പലപ്പോഴും നമ്മൾ മറന്നുപോകും. വിളിച്ചു പിന്നെ അടുത്തത് എന്താ? ഉടനെ അങ്ങ് പുറത്തോടങ്ങ് പോവുക. No, before you go, be with him for some time. Every day when you get up, let me tell you, brothers and sisters, before you go out, be with him for some time. Wherever you go, before that, be with him. അവനോട് കൂടെ ഇരിക്കണം. But today we don't have time to be with him. ഇന്ന് നമുക്ക് അവനോട് കൂടെ ഇരിക്കാൻ എന്തില്ല? സമയമില്ല. We are very busy. നമ്മൾ ഒരുപാട് പല കാര്യത്തിൽ നമ്മൾ ബിസിയാണ്. പക്ഷെങ്കിൽ the word of God says be with him first. അവനോട് കൂടെ ഇരുന്നേച്ചു പോ. You will be blessed on your ways. നിന്റെ വഴിയിൽ നീ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ be with him first. അവനോട് കൂടെ ഇരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. See, then we read in John chapter 15 verse 4, അവിടെ നമ്മൾ വായിക്കുന്നത് to be with him. Then John 15 verse 4.
abide in me, To abide in him. To be with him. To abide in him. അവനോട് കൂടെ ഇരിക്കുക. അടുത്തെന്താ വായിക്കുന്നത്? അവനിൽ വസിക്കുക. അവനിൽ വസിക്കുക. അപ്പൊ ഒന്ന് അവനോട് കൂടെ ഇരിക്കാനാണ്. സെക്കൻഡ്ലി അവനിൽ വസിക്കാനാണ്. To abide in him. അവനിൽ വസിക്കുക. അപ്പൊ അവനിൽ വസിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഫലം എന്ന് പറയുന്നത്? If you are in Christ, if you abide in him, the people can't see you, they can see God because you are in God. അവനിൽ വസിച്ചു കഴിഞ്ഞാൽ they can't see out. നമ്മളെ കാണാൻ പറ്റുകയില്ല. പിന്നെ ആരെ കാണുന്നത്? ദൈവത്തെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനിയും ജീവിക്കുന്നത് ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. So no longer I live, but Christ lives in me. When the people see me, they don't see me, they see Christ. അവർ ക്രിസ്തുവിനെയാണ് അവർ കാണുന്നത്. To abide in him. John chapter 15 verse 5, we also read, abide in him and I in him. അവനിൽ വസിപ്പിൻ, അവൻ നിങ്ങളിലും വസിക്കും. Here we see the relationship. Okay, here we see the relationship with God. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ അവിടെ കാണുകയാണ്. See what kind of relationship God is expecting from our life. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു ബന്ധം. വീണ്ടും നമ്മൾ വായിക്കുന്നത് John chapter 17 verse 21. John 17:21. that they all may be one, as you, Father, are in me, and I in you. To be one with Godhead. ഞാൻ അവനിലും അവൻ എന്നിലും നമ്മൾ ഒന്നാകേണ്ടതിന്. See, that is the God's plan about our calling. നമ്മെ വിളിച്ചതിന്റെ ആ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് അവിടെ വായിക്കുന്നത്. To be with him, to abide in him, to പിന്നെ നമ്മൾ വായിച്ചത് to be one with him. ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. അപ്പോൾ ഈ ഒരു ബന്ധം വരുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് absolute intimacy with God. അപ്പൊ നമുക്ക് ദൈവവുമായിട്ടുള്ള ആ അഭേദ്യമായ ബന്ധം, ആ ബന്ധം ഈ ഒരു റിലേഷൻഷിപ്പിലൂടെയാണ് നമുക്ക് ലഭ്യമായിട്ട് തീരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ ആ ബന്ധം അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? ഈ ഒരു ബന്ധം, ഈ ഒരു ഇന്റിമസി. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചത് ഈ ഇന്റിമസിക്ക് വേണ്ടിയാണെങ്കിൽ, സോ ഹൗ ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ദിസ് ഇന്റിമസി? ഈ ഇന്റിമസിയുടെ ഒരു മോഡൽ നമ്മൾ കാണുന്നത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലാണ്. കാരണം പുത്രൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നമുക്കറിയാം യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നെങ്കിലും ആ ഇന്റിമസി മാറിയില്ല. ഇന്റിമസി വിത്ത് ദ ഫാദർ. Look at some of the verses. John chapter 10 verse 30. യോഹന്നാൻ 10:30 വായിക്കുന്നത് എന്താ? John 10:30. ഞാനും പിതാവും ഒന്നാകുന്നു. See the intimacy. Me, I and my Father are one. ഇനി John 17 verse 21. John 17:21. That they all may be one. As you, Father, are in me. Father are in me and I in you. Here also we see the relationship, a bandhate kanike, intimacy. Then again 17 verse 10. And all mine are yours, and yours are mine. Yours are mine. In all these verses we see the model of intimacy. The Father and the Son, they are close related. അവരുടെ ആ അടുത്ത ബന്ധത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. So this intimacy we need in our life. Now again, യേശുക്രിസ്തുവിൽ ആ ഇന്റിമസി എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? How can we see that intimacy? So intimacy means
there are two things that we can find here. Number one is love, and second one is the obedience. Love and obedience. ഈ ഇന്റിമസി റിവീൽ ചെയ്തു. ശ്രദ്ധിക്കുക, അതായത് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് സ്നാനത്തോടുകൂടിയാണ്. He took the baptism. സ്നാനപ്പെട്ട് താൻ കരയ്ക്ക് കയറിയപ്പോൾ, when he came out of the water, so where we see that the sound came from heaven. What is that? What was that? എന്തായിരുന്നു? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ. He is my beloved. I am well pleased in him. My beloved. Okay? അപ്പം ആ സ്നേഹം. ഇനി നമ്മൾ ജോൺ ചാപ്റ്റർ 17 verse 4, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, യോഹന്നാൻ 17-ന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, I have glorified you on the earth. I have finished the work which I have finished the work. That means he completely obeyed the Father. So here we see the two aspects. Number one is the love and the obedience. അപ്പം സ്നേഹമുണ്ട്, അനുസരണമുണ്ട്. So intimacy. What do you mean by intimacy? Intimacy means the love and obedience come together. സ്നേഹവും അനുസരണവും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് intimacy എന്ന് പറയുന്നത്. I'll explain it more. Yeah. So intimacy is the way you love God. Intimacy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്ന വിധം. How you love the Lord? ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെയെങ്കിലും സ്നേഹിക്കുക എന്നുള്ളതല്ല. The way you love God, the way you obey God. നമുക്ക് സ്നേഹിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സ്നേഹിക്കാം? സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം. You can obey God or you can obey others. അല്ലേ? മറ്റുള്ളവരെ അനുസരിക്കാൻ പറ്റും. അനുസരിക്കണമല്ലോ എന്ന് വിചാരിച്ച് അനുസരിക്കാം, അല്ലെങ്കിൽ നിർബന്ധത്താൽ അനുസരിക്കാം, അല്ലെങ്കിൽ അടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അനുസരിക്കാം. പിള്ളേരെ കുറിച്ച് നമുക്കറിയാം. They obey, sometimes they fear the parents. മാതാപിതാക്കളെ പേടിച്ചനുസരിക്കുന്നവരുണ്ട്. But here it is not like that. ഇവിടെ അങ്ങനെയല്ല. The way you love God, the way you obey God, the way you hear what the Lord says, the ability to see the Lord is doing. ഇതാണ് യഥാർത്ഥമായ ഇന്റിമസി എന്ന് പറയുന്നത്. അപ്പൊ ഇന്റിമസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the way you love God. നീ ദൈവത്തെ സ്നേഹിക്കുന്ന വിധം എങ്ങനെയാണ്? നീ ദൈവത്തെ അനുസരിക്കുന്ന വിധം എങ്ങനെയാണ്? നീ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന വിധം എങ്ങനെയാണ്? നീ ദൈവത്തിന്റെ പ്രവർത്തികളെ എങ്ങനെയാണ് കാണുന്നത്? ഇതാണ് എന്താ ഇന്റിമസി എന്ന് പറയുന്നത്. ഇന്ന് ഈ വൈകവേളയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാനായിട്ടിട വരട്ടെ, ദൈവമേ, എനിക്ക് ആ ഇന്റിമസി ഉണ്ടോ ദൈവത്തോട്? Do I have that intimacy with God? If you have that intimacy, അതെങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നത്? Turn with me John chapter 11 verse 42. യോഹന്നാൻ 11-ന്റെ 42-ാമത്തെ വാക്യം വായിച്ചേ. And I know that you always hear me. I knew that you always hear me. നീ എപ്പോഴും എന്നെ കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നമുക്കറിയാം, കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്കൽ നിൽക്കുകയാണ്. He is, so waiting the outside of the Lazarus tomb. Jesus knew that he is going to raise Lazarus from the dead. മരണത്തിൽ നിന്ന് ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് പോവുകയാണ്. അതും കർത്താവിന് അറിയാം. പക്ഷേ while he was praying, കർത്താവോട് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞ വാചകം, I knew that you always hear me. നീ എപ്പോഴും എന്നെ കേൾക്കുന്നു എന്ന് ഞാൻ അടുത്ത വാക്കെന്താ? എന്ന് ഞാൻ അറിയുന്നു. I knew. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു എന്നല്ല, കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ കർത്താവ് പ്രാർത്ഥന കേൾക്കുമായിരിക്കും. He may hear my prayer, or I think he will hear my prayer.
ഇങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറുള്ളത് അല്ലേ. ചിലപ്പോൾ കേൾക്കുമായിരിക്കും, നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, are you sure? Can you say that God always hears my prayer? I knew that. എനിക്കറിയാം, ഞാൻ അറിയുന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ വിവാഹമൊക്കെ പെരുന്നുണ്ടെ ചോദിക്കാറുണ്ട് പലപ്പോഴും. ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് വേണ്ടി പലരും വരാറുണ്ട്. വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ദൈവഹിതമാണെന്ന് വല്ല അറിയാമോ? ഇത് ദൈവഹിതമാണോ എന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് ദം ആൻസേഴ്സ്, അങ്കിൾ ഐ തിങ്ക് ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ. ഇത് ദൈവഹിതമാണെന്നാണ് വിചാരിക്കുന്നത്. Then some of them say, yes, it is God's will, it is God's will. Then I will ask second questions, how do you know that it is God's will? ഇത് ദൈവഹിതമാണെന്ന് എങ്ങനെ അറിഞ്ഞു? Don't have any answer for that. അത് അങ്ങനെയൊക്കെ എന്ന് തോന്നി. എല്ലാം ഇങ്ങനെ സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു. Every circumstances were favor to us, so we thought that it is God's will. Let me tell you, if the circumstances are very favor to you, but it may not be God's will. അങ്ങനെയാണെങ്കിൽ യോന കപ്പലിൽ കയറാനുള്ള കാശുണ്ടായിരുന്നു. He went into the sides of the ship. He was sleeping inside the ship. അല്ലേ, ഷിപ്പിന്റെ അകത്ത് കിടന്നുറങ്ങുക. Even the big storm could not raise him from the sleep. അത്ര വലിയൊരു കൊടുങ്കാറ്റുണ്ടായിട്ട് പോലും എന്ത് ചെയ്തില്ല, ഉറക്കത്തിൽ നിന്ന് ഉണർന്നില്ല. വന്ന് പിടിച്ച് ഉണർത്തേണ്ടി വന്നു. എഴുന്നേക്കടാ, കൊടുങ്കാറ്റ് വരുന്നു, നീ ചത്തുപാപ്പോ, എഴുന്നേറ്റ് പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് പിടിച്ചുണർത്തുക. ഇത്രയും കൊടുങ്കാറ്റിന്റെ മധ്യത്തിലും കിടന്നുറങ്ങാൻ പറ്റുന്നെങ്കിൽ പിന്നെ അത് ദൈവഹിതം അല്ലാതെ വേറെ വല്ലതുമാണ്. We think like that. So if every circumstances are favor to me, then I am in the will of God. Let me tell you, no. Don't think like that. ദൈവഹിതമാണെന്ന് നിർബന്ധമില്ല. പക്ഷേ ദൈവഹിതമാണ് എന്ന് ഞാൻ ചിന്തിക്കുകയല്ല. It may be God's will, അങ്ങനെ ചിന്തിക്കുകയല്ല. പിന്നെന്താ, I know it is God's will. ഇത് ദൈവഹിതമാണ് എന്നറിയണം. അതെങ്ങനെ അറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഫേസ്യ ലേഖനം, ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലവിളിയും കാക്കും എന്നാണ്. If you are filled with the peace of God, the peace that surpasses all understanding, if that guards your mind and heart and all your life, അത് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ നിലവുകളെയും ഒക്കെ കാക്കുന്നുണ്ടെങ്കിൽ, it means you don't have any doubt afterwards. അതിനുശേഷം ഒരു സംശയവുമില്ല. പിന്നെ ഒരിക്കലും ചിന്തിക്കല്ലേ, അയ്യോ ദൈവഹിതമായിരുന്നോ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കി വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ it was not God's will. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. Think that it is God's will. If it is God's will, what are the problems and difficulties? I am ready to face it. അതിനെല്ലാം ഞാൻ അതിജീവിക്കാനായിട്ട് തയ്യാറാണ്. അപ്പോൾ അതാണ് ദൈവഹിതം. Okay. Here Jesus said, I knew that you always hear me. നീ എപ്പോഴും എന്നെ കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, I have intimacy with God. എനിക്ക് ദൈവത്തോട് അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. I think my time is almost over, right? Yeah. Okay. So I would like to put this question before you. Do you believe that will God do for me? ദൈവം എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തോട് എനിക്ക് ആ വിശ്വാസം, ആ ഉറപ്പ്, ആ സ്നേഹബന്ധം, ആ ഇന്റിമസി എനിക്കുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ സന്ധ്യാവേളയിൽ നാം കേൾക്കുന്ന ഈ ദൈവത്തിന്റെ വചനം നമുക്ക് കൂടുതൽ ചിന്തയ്ക്ക് കാരണമായിട്ട് തീരട്ടെ. കാരണം നമ്മുടെ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ഉണ്ട്, ദൈവം എന്നെ വിളിച്ച വിളിക്ക് അനുസരിച്ചുള്ള ബന്ധം എനിക്കുണ്ടോ എന്നുള്ള ചിന്തിക്കാനായിട്ട് കർത്താവ് ഇടയാക്കട്ടെ. ദൈവം അവസരം തന്നാൽ will continue these classes after some time. May God bless us. Thank you so much.